ആദർശയെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഈ സെഞ്ചുറി കൊണ്ടുപോകണ ഒരു ഗൾഫ് ഷോ ആദ്യമായിട്ട് ഗൾഫ് കാണുന്നത് ഞാൻ അന്നാണ്. അപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് ചെന്ന സമയത്ത് പുറത്തൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 2 പേരെ മതി മിമിക്രിക്ക്. ടിനി ടോമിനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ദിലീപിന്റെ അടുത്ത് വാക്ക് പറഞ്ഞു, എടാ നിന്നെ ഞാൻ എന്താണെങ്കിലും ഗൾഫിൽ കൊണ്ടുപോകാം. എന്ത് കാര്യം പറഞ്ഞിട്ട് ഇയാൾ ഒഴിവാക്കുന്നു ഇങ്ങനെ എനിക്ക് കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. അപ്പോഴാണ് എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞത്, ഞാനൊരു ആനയെ കാണിക്കും, ആനയുടെ ബാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി കാണിക്കും, പക്ഷേ എനിക്ക് ബ്ലാക്ക് പാൻറ്റ് വേണം, ബ്ലാക്ക് പാൻറ്റ് ഉണ്ടെങ്കിലാണ് അത് കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇയാൾ ഇൻ്റർവ്യൂവിന് വന്നതെന്ന് ഇയാൾക്ക് അറിയാൻ പാടില്ലേ? അല്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗുണ്ട്, എനിക്ക് ആകെ ഒരു പാൻറ്റും ഉള്ളൂ, ആ പാൻറ്റ് കഴുകിയിട്ടേക്കാണ്, അത് ഉണങ്ങിയിട്ട് വേണം നാളെ കലാഭവൻ്റെ പരിപാടിക്ക് പോകാൻ. ഇത് കേട്ടോടുകൂടി തകർന്നു പോയി. ഞാൻ ആ ഒരൊറ്റ പാൻറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ തന്നെ ഞാൻ ബാക്കിൽ പുറത്തുനിന്ന് ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അവനെന്താണെങ്കിലും കൊണ്ടുപോകണം, ഭയങ്കര പാവമാണ്, അവനെ കൊണ്ടുപോയില്ലെങ്കിൽ ശാപം കിട്ടും. ഒരു കറുത്ത പാൻറ് ആണ്. അന്ന് ആനയുടെ പുറകം കാണിക്കുന്നു പറഞ്ഞിട്ട് പറഞ്ഞ ഒറ്റ ആനയുടെ ഇത് കാണിച്ചിരുന്നു ഞാൻ. നിങ്ങൾക്ക് കാണണോ? Thank you.